നമസ്കാരം. ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. അത് കാണുന്ന സമയത്ത് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഒരു അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തുക. എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ലുലുവിൻ്റെ സ്ഥാപനമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. അകത്തേക്ക് ചെന്ന സമയത്ത് അവിടെ നമ്മൾ ലുലുവിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അവിടെ കണ്ടില്ല. അവിടുത്തെ പ്രൊഡക്ട്സ് ആണെങ്കിലും അവിടുത്തെ ആ ഒരു സെറ്റപ്പ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലുലു അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. പക്ഷേ പുറമേ നോക്കുന്ന സമയത്ത് കൃത്യം ലുലു എന്ന് പറയുന്ന പേര്, ആ ലുലുവിൻ്റെ ഫോണ്ട് അതേപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പുറത്താണെങ്കിൽ ലുലുവിൻ്റെ അതേ ഐക്കണൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ ലുലു ബട്ടൺസ്, ആ ബി ഒക്കെ കൃത്യമായിട്ട് അതേ ഷേപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ അത് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലുലുവിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ ലുലു ഞങ്ങളുടെ ലുലു അല്ല, ഇതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഇത് ഞങ്ങളുടെ പേര് മിസ്യൂസ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. ഇത് ഓൾറെഡി അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ലുലു ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനോ ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നില്ല. അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ളൊരു ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട്, ഇത്തരത്തിലുള്ളൊരു LED എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യാനായിട്ട് എത്ര തുക ചിലവാകുന്നുണ്ടാവുന്നുള്ളത്. വലിയൊരു എമൗണ്ട് ഇതിന് വേണ്ടി അവർ ഇറക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ. ആ സമയത്ത് ആ പേര് അവർക്കൊന്ന് മാറ്റാൻ തോന്നിയിരുന്നുവെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയൊരു പേര്, ഇതുവരെ ഇല്ലാത്ത മറ്റേതെങ്കിലും ഒരു പേരിൽ അവർക്കൊരു സ്ഥാപനം ചെയ്യാനായിട്ട് തോന്നിയിരുന്നുവെങ്കിൽ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വെൽ നോൺ മാർക്കായിട്ടുള്ള ലുലു എന്ന് പറയുന്ന പേര് തന്നെ അതേ ലോഗോ വെച്ചുകൊണ്ട് അതേ ഫോണ്ട് യൂസ് ചെയ്തുകൊണ്ട് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക? ഇത് കോപ്പിയടിയാണ് അല്ലേ. ഇതിന് നമ്മൾ ലീഗലി പറയുന്നത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഭാവി എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ലീഗലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനം അധികാരം പോകത്തില്ല. ഇവർ നോട്ടീസ് അയച്ച് ഇത് അവർ പൂട്ടിക്കും. ലീഗലി പോയി കഴിഞ്ഞാൽ അത് ആർക്കാണെന്നുണ്ടെങ്കിലും ഇത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലേ. അപ്പം ഡെഫിനറ്റ്ലി ഇവർ ഈ സ്ഥാപനം പൂട്ടേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും. ഒന്ന്, അതുമാത്രമല്ല സെക്ഷൻ 134 ട്രേഡ് മാർക്ക് നിയമത്തിലെ സെക്ഷൻ 134 പ്രകാരം ഇത് ലീഗലി പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇവരുണ്ടാക്കിയിട്ടുള്ള ലാഭം എത്രയാണോ ആ ലാഭം ഈ പറയുന്ന ലുലു ഗ്രൂപ്പിന് കൊടുക്കേണ്ടതായിട്ട് വരും. ലുലു ഗ്രൂപ്പിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ലുലു ഗ്രൂപ്പിൻ്റെ ഗുഡ് വില്ല് യൂസ് ചെയ്തിട്ടാണ് ഇവർ പ്രൊഡക്ട്സ് എല്ലാം വിറ്റിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ ഒരു തെറ്റിന് വലിയൊരു തുക തന്നെ ഇവർ കൊടുക്കേണ്ടതായിട്ട് വരും. ഫെവിക്കോളിൻ്റെ ഒരു കേസ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. 50 ലക്ഷം രൂപയാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്, 50 lakh rupees. കാരണം അറിഞ്ഞുകൊണ്ട് ആ ഫെവിക്കോളിൻ്റെ പേരിനെ അവർ പേരല്ല, ആ ഒരു ബോട്ടിലെ ഷേപ്പിനെയും കളറിനെയും അവർ മിസ്യൂസ് ചെയ്തു. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഇവരും ഇത് അറിയാതെ, ഒരിക്കലും ലുലു ഗ്രൂപ്പ് അറിയാതെ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ബിസിനസ്സുകാർ? അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ഇത് ഈ ഒരു കേസ് മാത്രമല്ല, എത്രയോ ഇത്തരത്തിലുള്ള കേസസ് നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സമയത്ത് ഈസ്റ്റേൺ എന്ന് പറയുന്ന ബ്രാൻഡിനെ കോപ്പി ചെയ്തുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് മറ്റൊരു ബ്രാൻഡ് മാർക്കറ്റിൽ എറണാകുളം ബേസ് ചെയ്തിട്ട് ഇറങ്ങുകയുണ്ടായി. അന്ന് ഞാൻ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വലിയ രീതിയിൽ പ്രശ്നത്തിലാവുന്നുള്ളത്. ഇന്ന് ആ ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അതേപോലെ കോപ്പിയാണ്. അത് നമ്മൾ ഈസ്റ്റേൻ്റെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈസ്റ്റേണെന്ന് വിചാരിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് എടുക്കും. സ്വാഭാവികമായിട്ടും അത് ഈസ്റ്റേൻ്റെ ഗുഡ് വില്ലിനെ മിസ്യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരും. സോ ഈ ബിസിനസ് അടച്ചുപൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അത് മാത്രമല്ല വലിയൊരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്കും വരും. അപ്പം പ്രശ്നം ഇതാണ്, നിങ്ങളൊരു പേര് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലോഗോ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പാക്കേജ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മേക്ക് ഷുവർ ഇത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് അല്ല എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും പേരോ ലോഗോവോ പാക്കേജ് ഡിസൈനോ കളർ കോമ്പിനേഷനോ മറ്റോ കോപ്പി അടിച്ചിട്ടല്ല നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അല്ലാത്ത പക്ഷം അതെന്തായാലും ലീഗലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിജയിക്കാൻ കഴിയത്തില്ല. വലിയ രീതിയിലുള്ള കോമ്പൻസേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല അടച്ചുകൂട്ടും, നിങ്ങളുടെ ജീവിതത്തെ പോലും ഇത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം അത്രത്തോളം ലാബിലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളിത് ആൾക്കാരുടെ മുമ്പിൽ അനൗൺസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ആൾസോ ട്രേഡ് മാർക്കിൻ്റെ റിസ്ക് അനാലിസിസ് ഇനീഷ്യലി തന്നെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പലരും ഇതൊന്നും ചെയ്യാതെ ചുമ്മാ നേരെ അപ്ലിക്കേഷൻ അങ്ങ് ഫയൽ ചെയ്തിടും. കാരണം കുറഞ്ഞ പ്രൈസിൽ ചെയ്തു തരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഇവർ മാക്സിമം അപ്ലിക്കേഷൻസ് കൂട്ടാനായിട്ട് നോക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. പ്രോപ്പറായിട്ടുള്ള ചെക്ക് ചെയ്ത് അതിൻ്റെ റിസ്ക് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.